നമസ്കാരം, സ്വാഗതം ഔട്ട് ഓഫ് ഫോക്കസിലേക്ക്. തെക്കൻ കശ്മീരിലെ പഹൽഗാമിൽ ഇന്നലെ നടന്ന ഭീകരാക്രമണത്തിൻ്റെ ഞെട്ടലിലാണ് രാജ്യം. ഒരു മലയാളി അടക്കം 26 പേരാണ് അതിൽ കൊല്ലപ്പെട്ടത്. സൈനിക വേഷത്തിലെത്തിയ ഭീകരരാണ് ആക്രമണം നടത്തിയത്. ദ റെസിസ്റ്റ് ഫ്രണ്ട് എന്നൊരു സംഘടന ഇതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടുണ്ട്. അതേസമയം പാകിസ്ഥാനാകട്ടെ ഈ ആക്രമണത്തിൽ തങ്ങൾക്ക് പങ്കില്ല എന്നാണ് പറയുന്നത്. ഈ വിഷയമാണ് നമ്മൾ ആദ്യം പരിശോധിക്കുന്നത്. അജിംസ്, 2019 പുൽവാമ ആക്രമണത്തിന് ശേഷം ഉണ്ടാകുന്ന വലിയൊരു അറ്റാക്കാണ്. അത് വേണമെങ്കിൽ നമുക്കറിയാം, ജമ്മു കാശ്മീരിലെ തെരഞ്ഞെടുപ്പ് നടന്നതിന് ശേഷം തുടർച്ചയായിട്ട് ആക്രമണങ്ങൾ ഉണ്ടാകുന്നു. ഇപ്പോഴാണ് അതിനേക്കാൾ വലിയൊരു ആക്രമണം കൂടി ഉണ്ടാകുന്നത്. മൊത്തത്തിൽ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? കശ്മീരിൽ ഇപ്പോൾ സമീപകാലത്ത് ഏറ്റവും കൂടുതൽ ടെറർ അറ്റാക്ക് ഉണ്ടായിട്ടുള്ളൊരു വർഷം എന്ന് പറഞ്ഞാൽ 2018ആണ്. അത് സിവിലിയൻ ഡെത്ത് ആണെങ്കിലും ഈ സൈനികരെ ആക്രമിക്കുന്നതാണെങ്കിലും ഏറ്റവും കൂടുതൽ ഡെത്ത് ഉണ്ടായത് 2018ലാണ്. നമുക്കറിയാം, 2019 ആർട്ടിക്കിൾ 370 റിവോക്ക് ചെയ്യുന്ന സംഭവം ഉണ്ടായി. അപ്പോൾ ആർട്ടിക്കിൾ 370 റിവോക്ക് ചെയ്യുമ്പോൾ മോദി സർക്കാർ പ്രഖ്യാപിച്ചത് ഇതൊരു ടെററിസം അവസാനിക്കും അവിടെ നിന്നാണ്. അവസാനിക്കുമോ എന്ന് ചോദിച്ചാൽ തുടർന്ന് 2019, 20, 21 വർഷങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ടെറർ ഇൻസിഡൻസ് കുറവായിരുന്നു. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് പ്രതീക്ഷിക്കുന്നതാണ് കൂടുതൽ കേന്ദ്രത്തിൻ്റെ ഇടപെടലിലൂടെ ടെററിസം ഒതുക്കാൻ പോവുകയാണ് മോദി സർക്കാർ എന്നാണ് പ്രതീക്ഷിച്ചത്. സ്വാഭാവികം കുറവായിരുന്നു. സിവിലിയൻ ഡെത്താണെങ്കിലും ഈ പുൽവാമയ്ക്ക് ശേഷം പിന്നെ അങ്ങനെ സുരക്ഷാ സേനയ്ക്ക് നേരെയുള്ള ആക്രമണങ്ങളും വളരെ കുറവാണ്. എണ്ണത്തിൽ കുറവാണ്, വളരെ കുറവൊന്നുമില്ല, എണ്ണത്തിൽ കുറവാണ് 2018 അപേക്ഷിച്ച്. പക്ഷെ നമ്മളിപ്പോൾ കാണുന്നത് ഈ വർഷം ഇപ്പോൾ ഈ ഒരു അറ്റാക്കിലൂടെ 28 പേരെയാണ് കൊന്നത്. അത് സിവിലിയൻസ് ആണ്. 28. അപ്പോൾ സുരക്ഷാ സൈനികരെയല്ല ആക്രമിക്കുന്നത്, ഇത് സിവിലിയൻസിനെയാണ് ആക്രമിക്കുന്നത്. സിവിലിയൻസ് എന്ന് പറഞ്ഞാൽ കശ്മീരികളെയുമല്ല, പുറത്തു നിന്ന് അവിടെ വന്നിട്ടുള്ള ടൂറിസ്റ്റുകളെയാണ് ആക്രമിക്കുന്നത്. അപ്പോൾ അതൊരു വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു അറ്റാക്കാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത്. അപ്പോൾ ആർട്ടിക്കിൾ 370 ശേഷം ടെററിസം അവസാനിക്കുന്നു എന്ന മോദി സർക്കാരിൻ്റെ പ്രഖ്യാപനം ശരിയല്ല. അപ്പോൾ കഴിഞ്ഞ 2024 ജൂലൈയിൽ പാർലമെൻറ്റിൽ ഇത് സംബന്ധിച്ചൊരു ചോദ്യം ചോദിച്ചിരുന്നു. അപ്പോൾ വളരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുന്നുണ്ട് ടെററിസം അവസാനിപ്പിക്കാൻ. അതിൻ്റെ കണക്കുകൾ കൂടി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പാർലമെൻറ്റിൽ അവതരിപ്പിച്ചിരുന്നു. അപ്പോൾ ആ കണക്ക് പ്രകാരം ശരിയാണ്, ആക്രമണങ്ങളുടെ എണ്ണം കുറയുന്നുണ്ട്, കൂടുതൽ ഭീകരരെ കൊന്നിട്ടുണ്ട്, കൂടുതൽ പേർ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, ടെറർ അറ്റാക്സിൻ്റെ എണ്ണവും കുറവാണ്. പക്ഷേ ഇത് ഈ 2025 വരുമ്പോൾ എണ്ണം കൂടി വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു മറ്റു കാര്യം, ഇതിനു മുമ്പ് കശ്മീരിൽ പാകിസ്ഥാൻ്റെ പിന്തുണയോടുകൂടി നടത്തിയ ഭീകരപ്രവർത്തനത്തിൻ്റെ പ്രധാനപ്പെട്ട 2 സംഘടനകൾ ജെയ്ഷെ മുഹമ്മദും അതുപോലെ ലഷ്കർ എ തൊയ്ബുമാണ്. ഇപ്പോൾ ലഷ്കർ എ തൊയ്ബയെ അന്താരാഷ്ട്ര ഭീകര സംഘടനയായിട്ട് പല രാജ്യങ്ങളും പ്രഖ്യാപിച്ചു, ഇന്ത്യ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. പാകിസ്ഥാന് മേൽ അവർക്കെതിരെ നടപടി സ്വീകരിക്കാൻ ആവശ്യമായ സമ്മർദ്ദം ഇന്ത്യയും അമേരിക്കയും ചെലുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഈ അതിനനുസരിച്ച് പാകിസ്ഥാൻ ഇതിൽ നടപടി സ്വീകരിച്ചോ എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഹാഫിസ് സയ്യിദിനെതിരെ നിയമ നടപടികളൊക്കെ ഉണ്ടായിട്ടുണ്ട്, ചില ടെററിസ്റ്റ് ലീഡേഴ്സിനെ അവിടെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നതിനപ്പുറം ഫലപ്രദമായൊരു നടപടി പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഇപ്പോഴും അവിടെ ടെറർ ഓർഗനൈസേഷൻ സജീവമാണ്. ഈവൻ ലഷ്കർ എ തൊയ്ബ പോലും ഇപ്പോഴും അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഇനി മറ്റൊരു കാര്യം, കശ്മീർ കേന്ദ്രീകരിച്ച് ഇപ്പോൾ ലഷ്കർ എ തൊയ്ബയുടെ ഒരു പ്രോക്സിയാണ് ഈ പറയുന്ന റെസിസ്റ്റന്റ് ഫ്രണ്ട് എന്ന് പറയുന്ന ഭീകര സംഘടന. അത് രൂപീകരിച്ചത് 2019 ശേഷമാണ്. 2019 ആർട്ടിക്കിൾ 370 റിവോക്കിന് ശേഷം അതിനെതിരെ രൂപീകരിച്ച ഒരു സംഘടനയാണ്. അവർ പല ഘട്ടങ്ങളിൽ ഭീകരപ്രവർത്തനം നടത്തി വരുന്നുണ്ട്. അത് സെക്യൂരിറ്റി പേഴ്സൺസിനെതിരെയാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ആർട്ടിക്കിൾ 370 റിവോക്കേഷൻ യഥാർത്ഥത്തിൽ ഭീകരപ്രവർത്തനങ്ങൾ കുറച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയേണ്ടി വരും. കാരണം പുതിയ സംഘടനകൾ രൂപം കൊള്ളുന്നു. ആർട്ടിക്കിൾ 370 റിവോക്കേഷൻ തന്നെ ഈ പറയുന്ന സെപ്പറേറ്റിസത്തിനും ടെററിസത്തിനുമുള്ള പ്രൊപ്പഗൻഡയ്ക്കുള്ള കാരണമായി അവർ അതിനെ മാറ്റുന്നു. അങ്ങനെ വരുമ്പോൾ ആ നടപടി ടെററിസം കുറച്ചിട്ടില്ല. ഇനി മറ്റൊരു കാര്യം, സിഗേഷ് ശ്രദ്ധിച്ചോ എന്നറിയില്ല, കഴിഞ്ഞ ആഴ്ചയാണെന്ന് തോന്നുന്നു ശ്രീനഗറിൽ തന്നെ ഒരു സുരക്ഷാ റിവ്യൂ യോഗം നടന്നിരുന്നു. ആ സുരക്ഷാ റിവ്യൂ യോഗത്തിൽ അമിത്ഷാ പങ്കെടുത്തിരുന്നു. ആ റിവ്യൂ യോഗത്തിൽ നിന്ന് ഉമർ അബ്ദുള്ളയെ മാറ്റി നിർത്തിയത്, അതായത് അവിടുത്തെ മുഖ്യമന്ത്രിയാണ്. അപ്പോൾ മുഖ്യമന്ത്രിക്ക് ഒരു റോളുമില്ലാത്തൊരു കാര്യമായി ജമ്മു കാശ്മീരിലെ ആഭ്യന്തരം മാറുകയാണ്. അദ്ദേഹത്തെ മാറ്റി നിർത്തിക്കൊണ്ടാണ് യോഗം നടന്നത്. അപ്പോൾ പൂർണ്ണമായും, അതായത് ആർട്ടിക്കിൾ 370 റിവോക്കേഷന് ശേഷം ഇപ്പോൾ പൂർണ്ണമായും അവിടുത്തെ ആഭ്യന്തര സുരക്ഷാ കാര്യങ്ങൾ കേന്ദ്രത്തിൻ്റെ നിയന്ത്രണത്തിലാണ്. മുമ്പുണ്ടായിരുന്നതുപോലുള്ള തടസ്സങ്ങൾ, അതായത് ഒരു സ്റ്റേറ്റ് സർക്കാരിന്, സംസ്ഥാന സർക്കാരിൻ്റെ കൺകറൻസ് എന്നുള്ളൊരു തടസ്സം പോലും ഇല്ലാതെ ആവശ്യാനുസരണം സേനയെ വിനിയോഗിക്കാനും കേന്ദ്ര സർക്കാരിൻ്റെ ഇച്ഛയ്ക്കനുസരിച്ച് ഈ ടെററിസം തടയാനുള്ള പ്രവർത്തനങ്ങളായി മുന്നോട്ട് പോകാൻ അവിടെ കഴിയും. ഒരു തരത്തിലുള്ള തടസ്സങ്ങളുമില്ല. എന്നിരിക്കെ ഇപ്പോൾ നടന്നിട്ടുള്ള ഈ ഭീകരാക്രമണം, അതും സൈനികരുടെ നേരെയല്ല, ടൂറിസ്റ്റുകളായ സിവിലിയൻസിൻ്റെ നേരെ നടന്ന ആക്രമണം, ഒറ്റവാക്കിൽ പറഞ്ഞാൽ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു സെക്യൂരിറ്റി ലാപ്സ് ആണെന്ന് പറയേണ്ടി വരും. കാരണം കശ്മീരിൽ ടൂറിസം ഫ്ലറിഷ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ 2019 ശേഷം. അങ്ങനെ ടൂറിസത്തിലൂടെ, എക്കണോമിക് ഗ്രോത്തിലൂടെ കശ്മീരികളെ ഇന്ത്യയുടെ മെയിൻ സ്ട്രീമിലേക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യുക, ഇതൊക്കെയായിരുന്നു
മോദി സർക്കാർ പറഞ്ഞുകൊണ്ടിരുന്ന വാഗ്ദാനം. അതൊരു പരിധി വരെ അങ്ങനെയാണ്. കാരണം ഇപ്പോൾ 80-കളുണ്ടായിരുന്ന അത്ര വിഘടനവാദത്തോടുള്ള സെൻറ്റിമെൻറ്റ്സ് കശ്മീരികൾക്ക് ഇപ്പോഴില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കാരണം അവർ പഠിച്ച ഒരു കാര്യം, ഇതിലെ ഒരു മൂന്നാമത്തെ പ്ലെയർ ആയിട്ടുള്ള പാകിസ്ഥാൻ, ഇപ്പോൾ ഇന്ത്യയും കാശ്മീരും തമ്മിലുള്ള പ്രശ്നമല്ല ഇത്, പാകിസ്ഥാൻ കൂടി ഇതിൽ റോളുണ്ട്. അപ്പോൾ പാകിസ്ഥാൻ്റെ ഇൻവോൾവ്മെൻറ്റ്, പാകിസ്ഥാൻ്റെ പിന്തുണയോടെ കശ്മീരിൽ നടക്കുന്ന ടെറർ ഓപ്പറേഷൻസ്, അത് യഥാർത്ഥത്തിൽ കശ്മീരികളുടെ ജീവിതത്തെ ദുരിതമയമാക്കുകയാണെന്ന് തിരിച്ചറിവ് കശ്മീരികൾക്കുണ്ടായിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഇന്ത്യ സർക്കാരിനോട് അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിനോട് ഉണ്ടായിരുന്ന എന്താണ് പറയുക, അതൃപ്തി അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധം, അത് അവർ ജനാധിപത്യപരമായ മാർഗ്ഗങ്ങളിലൂടെ അവർ പ്രകടിപ്പിക്കുന്നത്, ദാറ്റ്സ് ഓക്കെ. പക്ഷേ അതിർത്തി കടന്നുകൊണ്ട് പാകിസ്ഥാൻ്റെ പിന്തുണയോട് നടത്തുന്ന ഭീകരപ്രവർത്തനം, അതിനെ പിന്തുണയ്ക്കുന്ന തരത്തിൽ തങ്ങൾക്കുള്ള രാഷ്ട്രീയ പ്രതിഷേധം മാറരുതെന്ന ബോധം കശ്മീരികൾക്കുണ്ടാവുകയാണ്. ക്ഷമിക്കണം. അപ്പോൾ ആ ഒരു ബോധത്തിലേക്ക് വരുന്നു. ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ ഉണ്ടായ അവസ്ഥ നോക്കുക. അവർ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ ജനപങ്കാളിത്തം ഉണ്ടാകുന്നു, വോട്ട് പെർസെൻറ്റേജ് കൂടുന്നു. സാധാരണ നിലയിൽ വോട്ട് പെർസെൻറ്റേജ് പറഞ്ഞാൽ ശ്രീനഗർ മേഖലയിലും വാലിയിലും കശ്മീർ വാലിയിലും എല്ലാം ധാരാളം പേർ വോട്ട് ചെയ്യാനെത്തുന്നു. അപ്പോൾ അത് അവർ വീണ്ടും ജനാധിപത്യ മാർഗ്ഗത്തിലേക്ക് തിരിച്ചു വരികയാണ്. ജനാധിപത്യ മാർഗ്ഗങ്ങളിലൂടെ തങ്ങൾക്കുള്ള രാഷ്ട്രീയ വിസമ്മതങ്ങളെ പ്രകടിപ്പിക്കാൻ. ഇപ്പോൾ ആർട്ടിക്കിൾ 370-ക്കെതിരെ ഉള്ള വോട്ടിംഗായി തന്നെ ജമ്മു കശ്മീരിൽ കഴിഞ്ഞ അസംബ്ലി ഇലക്ഷൻ നമുക്ക് കാണാൻ കഴിയും. കാരണം BJPക്ക് കൊടുക്കുന്നതിന് മറുപടിയായിട്ടാണ് ആ തെരഞ്ഞെടുപ്പ് ഫലം വന്നത്. പ്രത്യേകിച്ചും ഇന്ത്യ സഖ്യത്തിൽപ്പെട്ട പാർട്ടികൾക്ക് അവിടെ കൂടുതൽ ജനപിന്തുണ കിട്ടുകയാണ് ചെയ്തത്. അപ്പോൾ ജനാധിപത്യ മാർഗ്ഗത്തിലൂടെ തങ്ങൾക്കുള്ള റിസെൻമെൻറ്റ് പ്രകടിപ്പിക്കാൻ കഴിയും എന്ന് അവർ തെളിയിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വളരെ അവിചാരിതമായി, അപ്രതീക്ഷിതമായി സിവിലിയൻസിന് നേരെയുള്ള ഒരു അറ്റാക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ ഇന്ന് കശ്മീർ വാലിയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ വേറൊരർത്ഥത്തിൽ പോസിറ്റീവാണ്. അവരെന്താണ് പറയുന്നത്, ഇത് ഞങ്ങൾക്ക് നേരെയുള്ള ആക്രമണമായിരുന്നു, ദൗർഭാഗ്യവശാൽ നിങ്ങളായിപ്പോയി എന്ന് ടൂറിസ്റ്റോട് അവർ പറയുകയാണ്. രണ്ട് കാരണമുണ്ട് അതിന്. കാരണം ഈ സിവിലിയൻസിനെ കൊല്ലുന്ന കാര്യത്തിൽ ടെററിസ്റ്റുകൾക്ക് യാതൊരു തരത്തിലുള്ള വിവേചനവുമില്ല, ഒന്ന്. രണ്ട്, ഈ ടൂറിസം സെക്ടറിനെ തന്നെ ലക്ഷ്യം വയ്ക്കുന്നതിലൂടെ യഥാർത്ഥത്തിൽ അതിൻ്റെ വിക്ടിമായി മാറുന്ന അവിടുത്തെ സാധാരണ കശ്മീരികളാണെന്നുള്ള ബോധം കൂടി അവർക്ക് ഉണ്ട്. അതുകൊണ്ട് അവർ ഹർത്താൽ പ്രഖ്യാപിക്കുകയും പ്രതിഷേധിക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ ശ്രീനഗറിൽ നിന്ന് മറ്റു ഭാഗങ്ങളിൽ നിന്നും കാണുന്നത്. അപ്പോൾ ഇതിന് പിന്നിൽ ആരായാലും അവരെ കണ്ടെത്തി ശിക്ഷിക്കുമെന്ന് കേന്ദ്ര സർക്കാർ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷെ അത് പ്രഖ്യാപനം മാത്രം പോരാ. കാരണം പുൽവാമ ആക്രമണത്തെക്കുറിച്ചുള്ള ധാരാളം ചോദ്യങ്ങൾ ഇന്ന് രാജ്യത്ത് ഇപ്പോഴും ഉത്തരം കിട്ടാതെ നിലനിൽക്കുകയാണ്. ആ ചോദ്യങ്ങൾ ഉന്നയിച്ചത് മറ്റാരുമല്ല, BJP അപ്പോയിൻ്റ് ചെയ്ത അവിടുത്തെ ഗവർണർ തന്നെയാണ് ഉന്നയിച്ച ചില ചോദ്യങ്ങൾ. അതിന് ഇനിയും ഉത്തരം കിട്ടിയിട്ടില്ല. അപ്പോൾ അത്തരം നിഴൽ നാടകങ്ങൾ ഇതിലുമുണ്ടോ? ഉണ്ടെങ്കിൽ അതിന് പിന്നിൽ ആരാണ്? ഈ ആക്രമണത്തിലൂടെ യഥാർത്ഥത്തിൽ ആര് എന്താണ് ലക്ഷ്യം വെച്ചത്? തീർച്ചയായിട്ടും അവർ ലക്ഷ്യം വയ്ക്കുന്നത് കശ്മീരികളുടെ ഗുണമല്ല, കശ്മീരികളുടെ മോചനമോ അല്ലെങ്കിൽ കാശ്മീരികളുടെ രാഷ്ട്രീയ സ്വാതന്ത്ര്യമോ കാശ്മീരികളുടെ മനുഷ്യാവകാശമോ ഒന്നുമല്ല ഈ ടെറർ അറ്റാക്കിലൂടെ ലക്ഷ്യം വെച്ചിട്ടുള്ളത് നഗ്ന യാഥാർത്ഥ്യമാണ്. കാരണം സെപ്പറേറ്റിസമാണ്, വിഘടനവാദമാണ് ഈ ആക്രമണത്തിന് പിന്നിലെങ്കിൽ അവർ ആക്രമിക്കേണ്ടത് സൈന്യത്തെയാണ്. അവർ സൈന്യത്തെയല്ല ആക്രമിച്ചത്. കശ്മീരികളുടെ ഏതെങ്കിലും കോസിന് വേണ്ടിയിട്ടാണ് ഈ ആക്രമണമെങ്കിൽ അവർ സൈന്യത്തെ ആക്രമിച്ചാൽ നമുക്കത് മനസ്സിലാക്കാം, സൈന്യവുമായി ഏറ്റുമുട്ടലാണ്, ഭീകരർ ഏറ്റുമുട്ടിയത് നമുക്ക് മനസ്സിലാക്കാം. ഇതങ്ങനെയല്ല. ഇത് ബോധപൂർവ്വം കശ്മീരികളെ കുഴപ്പത്തിലാക്കാൻ വേണ്ടിയുള്ള കശ്മീരികൾക്കെതിരായ ഒരു ആക്രമണമായി തന്നെ നമ്മളിതിനെ കാണണം. കാരണം ഇതിൻ്റെ ഒന്നാമത്തെ വിക്ടിം എന്ന് പറയുന്നത് കശ്മീരിലെ ജനങ്ങൾ തന്നെയാണ്. രണ്ട്, ഇത് രാജ്യം മുഴുവൻ സൃഷ്ടിക്കാൻ സാധ്യതയുള്ളൊരു കമ്മ്യൂണൽ ഡിവൈഡുണ്ട്. ആ കമ്മ്യൂണൽ ഡിവൈഡ് കൂടി ഈ ആക്രമണത്തിൻ്റെ ലക്ഷ്യമാണ് എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയും. കാരണം അതിനുശേഷം പുറത്തു വന്ന വാർത്തകൾ, ആ വാർത്തകളിൽ പലതും എക്സാജറേറ്റ് ചെയ്ത ക്ലെയിംസ് ആണ്. പക്ഷേ എങ്കിൽ പോലും അതിൻ്റെ ഒരു ടോൺ, അതിൻ്റെ ഒരു ആംഗിൾ തീർച്ചയായിട്ടും ഇന്ത്യയിൽ വീണ്ടും കമ്മ്യൂണൽ ഡിവൈഡ് ഉണ്ടാക്കാനുള്ള ഒരു ശ്രമമാണ്. മൂന്നാമത്തെ കാര്യം, എല്ലാ നിർണായക തെരഞ്ഞെടുപ്പുകൾക്ക് മുമ്പ് ഇത്തരത്തിലുള്ള ഭീകരാക്രമണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇനിയിപ്പോൾ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ബീഹാർ തെരഞ്ഞെടുപ്പാണ്. ബീഹാർ തെരഞ്ഞെടുപ്പിന് ഇത് എങ്ങനെ ഗുണം ചെയ്യുമോ, അതാണോ ഇതിൻ്റെ പിന്നിലുള്ളതെന്ന് നമുക്കറിയില്ല. പക്ഷേ തീർച്ചയായിട്ടും ഇത് ചെയ്തത് ആരാണെങ്കിലും മുഖം നോക്കാതെ മറുപടി കൊടുക്കേണ്ട സമയമാണ്. അത് ഇനി പാകിസ്ഥാൻ്റെ പിന്തുണയുണ്ടെങ്കിലും അത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്, പറഞ്ഞാൽ മാത്രം പോരാ, അത് നടപടി ഉണ്ടാവണം, അവർ ശിക്ഷിക്കപ്പെടണമെന്ന് തന്നെയാണ് പറയാനുള്ളത്. അജിംസെ, നിഷാദ്, ലോകത്ത് തന്നെ ഇങ്ങനെ സൈനികവൽക്കരിക്കപ്പെട്ട വേറൊരു പ്രദേശം ഉണ്ടെന്നുള്ള ഡൗട്ടാണ്. കാരണം 7.5 ലക്ഷത്തോളം സൈനിക അർദ്ധ സൈനിക വിഭാഗങ്ങളുണ്ട്. അവിടെ പട്ടാപ്പകലെ ഇങ്ങനെ ഒരു ആക്രമണം നടക്കുന്നു, അതും സൈനികരെ വേഷത്തിലെത്തിയിട്ട്. നിഷാദിന് എന്താണ് അതിനെക്കുറിച്ച് തോന്നുന്നത്? ഇല്ല, ഒന്നാമത്തെ കാര്യത്തിൽ ഇത് ലോകത്തെ ഏറ്റവും, നേരത്തെ സുകേഷ് പറഞ്ഞ പോലെ, ഏറ്റവും സൈനികവൽക്കരിക്കപ്പെട്ട ഒരു നാട്ടിൽ സാധാരണക്കാരായ മനുഷ്യർ സുരക്ഷയില്ലാതെ കൊല്ലപ്പെടുക എന്ന് പറയുന്നത് ഒരു സെക്യൂരിറ്റി ലാപ്സാണ്. ഇതിപ്പോൾ നേരത്തോട് നേരമായി കഴിഞ്ഞുണ്ടായിട്ട് നമ്മളെല്ലാവരും അവിടെ ഉണ്ടായിട്ടുള്ള ഈ ആക്രമണത്തിൽ വേദനിക്കുകയും രോഷം കൊള്ളുകയും ഒരുമിച്ച് നിന്നതിനെ ചെറുക്കുകയും ചെയ്യും എന്നൊക്കെ പറയുന്നു.
പ്രതിപക്ഷത്തു നിന്നുള്ള മല്ലികാർജ്ജുൻ ഖർഗെ പോലും ഒരുമിച്ചുള്ള പോരാട്ടം ആവശ്യമാണെന്ന സ്റ്റേറ്റ്മെൻറ്റ് പുറത്തിറക്കുന്നു. അമിത്ഷായെ അസാധാരണമായി രാഹുൽ ഗാന്ധി വിളിച്ച് ഈ പോരാട്ടത്തിലെല്ലാം പിന്തുണയുണ്ട് എന്ന് പറയുന്നു. ശരി, അത്രയും ഓക്കെ, അത് വേണ്ടതാണ്. എല്ലാവരുടെയും ഒരുമിച്ചുള്ള ഒരു ഐക്യം പ്രകടമാകേണ്ട സമയമാണ്. രാജ്യത്തിനെതിരായിട്ടുള്ള ആക്രമണമാണ് ഇത്, ആര് നടത്തിയാലും. പക്ഷെ അതിനപ്പുറം നമ്മുടെ സ്വത്തിനും നമ്മുടെ ജീവനും സംരക്ഷണം നൽകേണ്ടുന്ന ഭരണകൂടം ആ കാര്യത്തിൽ എന്തുമാത്രം ശരിയാവണ്ണം അവിടെ കടമ നിർവഹിക്കുന്നത് ചോദ്യം വരേണ്ട സമയമാണ്. നമ്മൾ നോക്കേണ്ട കാര്യം, കഴിഞ്ഞ മൻമോഹൻ സിംഗ് സർക്കാരിൻ്റെ 10 വർഷക്കാലം മാത്രം എടുക്കുക. ആ സമയത്ത് ഉണ്ടായിട്ടുള്ള ഇത്തരം ഭീകരാക്രമണങ്ങളുടെ സമയത്തെല്ലാം ഇതേ നരേന്ദ്രമോദിയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും നമുക്ക് ഒരുമിച്ച് നിന്ന് ഇതിനോട് നേരിടണം, ഇതിൽ രാഷ്ട്രീയമൊന്നും കടത്താൻ പാടില്ല, ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വിമർശനങ്ങളുടെ സമയമല്ല എന്ന ഉന്നതമായ നില എപ്പോഴെങ്കിലും സ്വീകരിച്ചിട്ടുണ്ടോ? ഒരിക്കലുമില്ല. ഈ കോൺഗ്രസ് സർക്കാരിൻ്റെ ചർച്ചാ നയം, എപ്പോഴും ചർച്ച, ഈ നയമാണ് നാടിനെ മുടിക്കുന്നത്. കർക്കശമായ സമീപനമില്ലാത്തതുകൊണ്ട് പട്ടാളക്കാർ കൊല്ലപ്പെടുന്നു. എ കെ ആൻ്റണി പ്രതിരോധ മന്ത്രിയായിരിക്കും, പട്ടാളക്കാരുടെ തലയറുത്ത് കൊണ്ടുവയ്ക്കുന്നു. ചോദ്യം ചോദിക്കാൻ ധൈര്യമുള്ള ഒരാളും ഇവിടെ ഇല്ല. നമുക്കൊരേ സമയം സൈനികവും നയതന്ത്രപരവുമായ ഒരു സമീപനം വേണം, ഒരു ഡബിൾ എഞ്ചിൻ സമീപനം വേണം. അതില്ലാത്തതിൻ്റെ കുഴപ്പമാണ് ഈ നാട് അനുഭവിക്കുന്നതെന്ന് ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരിക്കുമോ നിരന്തരം ഭരണകൂടത്തെ ആക്രമണങ്ങളുടെ സമയത്ത് പഴി പറഞ്ഞ ഒരാളാണ് ഇന്ന് ഈ രാജ്യത്തിന് തലപ്പത്തിരിക്കുന്നത്. അതുകൊണ്ട് ഇതൊരു സവിശേഷമായ സന്ദർഭമാണ്, വേദനയുടെ സന്ദർഭമാണ്, നമ്മൾ ആക്രമിക്കപ്പെട്ട ചോര വീഴുന്ന സമയമാണ്, നമ്മൾ ഒരുമിച്ച് നിശബ്ദരായിരിക്കണം, ഒക്കെ ശരിയാണ്. പക്ഷേ അത് പറയാൻ ഈ ഭരണകൂടത്തിന് റൈറ്റില്ല. കാരണം ഇത്തരം സന്ദർഭങ്ങളെ മുഴുവൻ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ലക്ഷ്യമാക്കി ഭരണകൂടത്തെ നിശിതമായി വിമർശിച്ചവരാണ്. ഈ സർക്കാരിൻ്റെ കാര്യത്തിൽ നമുക്ക് ആഭ്യന്തര സുരക്ഷ എന്ന് പറയുന്ന കാര്യമില്ലെന്ന് മൻമോഹൻ സിംഗിനെ എത്രയോ തവണ വിളിച്ചു. നമ്മുടെ രാജ്യം ആക്രമിക്കപ്പെടുമ്പോൾ മൗനി ബാബയായിരിക്കുകയാണ് അദ്ദേഹം എന്ന് വിമർശിച്ചു. അതുകൊണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നോക്കൂ, നിങ്ങളിപ്പോൾ കേരളത്തിലെ അടക്കമുള്ള ട്രെൻഡ് എടുത്ത് നോക്ക്. ആരെങ്കിലും ഭരണകൂടത്തെ വിമർശിക്കുന്നുണ്ടോ? എല്ലാവരും പറയുന്നത് തിരിച്ചടിക്കണം, കർശനമായ സന്ദേശം കൊടുക്കണം, എല്ലാവരെയും കൊല്ലണം. പിന്നെ അതിനപ്പുറം പോയിട്ടുള്ള വേറെ പല കാര്യങ്ങളും ഉണ്ട്. അതിനപ്പുറം ഇത് ഈ ഭരണകൂടത്തിൻ്റെ വീഴ്ചയാണ്. എവിടെ ഞങ്ങളുടെ ജീവനും സ്വത്തിനുമുള്ള സംരക്ഷണം? ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞപ്പോൾ കശ്മീർ സമാധാനത്തിൻ്റെ താഴ്വരയാകാൻ പോവുകയാണ്. ഇനി അവിടെ ഒരു നിലക്കുമുള്ള തീവ്രവാദവുമില്ല. നോട്ട് നിരോധനം നടപ്പിലാക്കിയപ്പോൾ എന്താ മോദി പറഞ്ഞത്? ഭീകരവാദത്തിന് ഫണ്ട് ചെയ്യുന്ന സകല സംവിധാനങ്ങളും ഇല്ലാതായിരിക്കുന്നു, ഭീകരവാദം അവസാനിക്കാൻ പോവുകയാണെന്ന്. നോട്ട് നിരോധനത്തിൻ്റെ കെടുതി മുഴുവൻ നമ്മൾ സഹിച്ചു. എന്തിനാ? ഭീകരവാദം ഇല്ലാതാവുന്നതിന് ഇല്ലാതായിക്കോട്ടെ നോർത്തിനാണ്. ഭീകരവാദം ഇല്ലാതാവില്ല. അതിനുശേഷം നടന്ന ആക്രമണം എത്രയാണ്? 370 എടുത്തതിന് ശേഷം എത്ര ആക്രമണങ്ങളുണ്ടായി? കഴിഞ്ഞ 10 വർഷക്കാലം നരേന്ദ്രമോദിയുടെ ഭരണത്തിന് കീഴിൽ കശ്മീരിൽ എത്ര ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്? 100 കണക്കിന് ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ഡസൺ കണക്കിന് സെക്യൂരിറ്റി ഓഫീഷ്യൽസ് കൊല്ലപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് എവിടെ നിന്നാണ് വരുന്നത്? ഇത് തടയാനുള്ള പദ്ധതി ഇല്ലാത്തതുകൊണ്ടാണ്. എന്താണ്? മൻമോഹൻ സിംഗ് സർക്കാരിൻ്റെ കാലത്ത് മാസ്റ്റർ പ്ലാൻ ഉണ്ടായില്ല. ഈ സർക്കാരിന് മാസ്റ്റർ പ്ലാൻ ഉണ്ടോ? എന്നിട്ട് എവിടെ? പുൽവാമ ആക്രമണം ഉണ്ടായല്ലോ, ഉറിയിൽ ആക്രമണം ഉണ്ടായല്ലോ, പത്താൻകോട്ടിലുണ്ടായല്ലോ. ചെറിയ ആക്രമണങ്ങളല്ല. എത്ര പേരാണ് കൊല്ലപ്പെട്ടത്? ഏതൊക്കെ പ്രദേശങ്ങൾ, ഏതൊക്കെ നിർണായക വളരെ ഇമ്പോർട്ടൻ്റായ സ്ഥലങ്ങൾ ആക്രമിക്കപ്പെട്ടത്? ഇതിന് ഭരണകൂടം ഉത്തരം പറയേണ്ടി വരുന്നില്ല എന്ന സവിശേഷ സാഹചര്യം ഈ ഇവിടെയുണ്ട്. അന്നായിരുന്നെങ്കിൽ ഇന്നിപ്പോൾ വി വാണ്ട് റിവഞ്ച് എന്ന തലക്കെട്ടിൽ രാവിലെ മുതൽ കണ്ടിന്യൂസ് കവറേജ് നടത്തിക്കൊണ്ടിരിക്കുന്ന അർണബ് ഗോസ്വാമിമാരുണ്ടല്ലോ, അവർ ഈ സർക്കാരിനോട് ചോദിക്കുന്നുണ്ടോ ഇതെന്തായി നടക്കുന്നതെന്ന്? ഇതിന് മുമ്പായിരുന്നെങ്കിൽ മൻമോഹൻ സിംഗ് സർക്കാരിനെ കുന്തത്തിൽ കയറ്റി നിർത്തിയാണ് ഇന്ത്യയിലെ മാധ്യമങ്ങൾ. ഇന്ന് ഇന്ത്യയിലെ മാധ്യമങ്ങൾക്ക് ഗവൺമെൻറ്റിനോട് ഒരു ചോദ്യവുമില്ല. നോക്കൂ, അത് അവരുണ്ടാക്കിയിട്ടുള്ള ഒരു അന്തരീക്ഷം നോക്കൂ. കേരളത്തിൽ പോലും ഇരുന്ന് പ്രതിഷേധിക്കുന്ന മനുഷ്യരുണ്ടല്ലോ, അല്ലെങ്കിൽ സങ്കടപ്പെടുന്ന മനുഷ്യർ, നോൺ BJPക്കാരായ ആൾ, അവർക്ക് പോലും ഗവൺമെൻറ്റിനോട് ചോദ്യമില്ല. അങ്ങനെ ഭരണകൂടത്തോട് ചോദ്യം പോലും ചോദിക്കുന്നത് പാപമാണ്, രാജ്യദ്രോഹമാണ് എന്ന ഒരു അന്തരീക്ഷവും മാനസിക നിലയും സൃഷ്ടിച്ചിരിക്കുകയാണ്. അവിടെ അങ്ങനെയല്ല കാണേണ്ടത്. ഇത് സർക്കാരിനോട് എവിടെ ഞങ്ങളുടെ സെക്യൂരിറ്റി? നിങ്ങൾ പറഞ്ഞു കശ്മീരിൽ സമാധാനമാണ്, അവിടെ മുഴുവൻ പട്ടാളക്കാരുണ്ട്, അവിടെ എല്ലാം ശാന്തമായിരിക്കുന്നു. അത് വിശ്വസിച്ച് വന്ന മനുഷ്യർക്ക് ഈ പറയുന്ന കെടുതി അത്യാഹിതം അനുഭവിക്കേണ്ടി വന്നു. ഇത്രയും പട്ടാളക്കാരുള്ള ഒരു സ്ഥലത്ത് വരുന്നു, എന്തൊക്കെയോ ചോദിക്കുന്നു, വെടിവെക്കുന്നു, ആളെ കൊല്ലുന്നു എന്ന് പറയുന്ന പരിപാടി ഇത് ആര് ചെയ്യുന്നു, എങ്ങനെ ചെയ്യുന്നു? ഇത് സാധ്യമാണോ എല്ലായിടത്തും? ആ ചോദ്യത്തിന് ആൻസർ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഉത്തരവാദിത്തത്തിൽ നിന്ന് സർക്കാരിന് വിട്ടുനിൽക്കാൻ കഴിയില്ല. ആ ചോദ്യം ഇന്നിപ്പോൾ CPIM കേന്ദ്ര കമ്മിറ്റി ഇത് ആവശ്യപ്പെട്ടിട്ടുണ്ട്. രാജ്യത്തെ ഒരേ ഒരു പാർട്ടിയാണ് ഇതെവിടെയാണ് ഈ സുരക്ഷാ വീഴ്ച എന്നതിനെക്കുറിച്ച് പറയണം എന്ന് പറയാൻ ധൈര്യപ്പെട്ടത്. മറ്റു പാർട്ടികൾ പിന്നാലെ പറയുമായിരിക്കും. പക്ഷേ ഉയരേണ്ട ചോദ്യമാണ്. കാരണം ഇതിൻ്റെ എല്ലാ സാധ്യതകളെയും രാഷ്ട്രീയമായ അപ്പുറത്ത് പ്രയോജനപ്പെടുത്തും. പുൽവാമ ആക്രമണം ഉണ്ടായപ്പോൾ പുൽവാമയിലെ സൈനികർക്ക് വേണ്ടി വോട്ട് ചെയ്യണമെന്ന് പരസ്യമായി തെരഞ്ഞെടുപ്പ് ചട്ടം ലംഘിച്ചുകൊണ്ട് പ്രസംഗിച്ച ആളാണ് നമ്മുടെ പ്രധാനമന്ത്രി. അപ്പോൾ സൈനികർക്ക് വേണ്ടി അദ്ദേഹം പറയണ്ടേ? കശ്മീരിന് വേണ്ടി പറയണ്ടേ? അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട പോയിൻ്റാണ് ഞാൻ പറയും. അതിപ്പോൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ആരായാലും അതിനെ വേരറുക്കാൻ, യഥാർത്ഥ ആളുകളെ കൊണ്ടുവന്ന് നിയമത്തിൻ്റെ മുമ്പിൽ നിർത്താനുള്ള ബാധ്യത ഭരണകൂടം നിറവേറ്റുമോ ഇനിയെങ്കിലും എന്ന് നമുക്ക് നോക്കാം. രണ്ടാമത്തെ കാര്യം എന്നത് പറയുന്നത്, കശ്മീരിലുണ്ടായ ഭീകരാക്രമണത്തിന് ശേഷം നോക്കൂ, എത്രയോ ഭീകരാക്രമണങ്ങളെ നമ്മൾ കണ്ടിട്ടുണ്ട്, എത്രയോ വംശീയമായ ആക്രമണങ്ങളെ, എത്രയോ രക്തച്ചൊരിച്ചിലുകളെ കണ്ടുകൊണ്ടിരുന്നുമാണ് ഈ രാജ്യം മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ പക്ഷേ പൊടുന്നനെ നോക്കൂ, അത്
അങ്ങേയറ്റത്തെ വിഭജനത്തിനുള്ള ഒരു മാർഗ്ഗമായിട്ട് കണ്ടിരിക്കുന്നു കുറേ ആളുകൾ. നമ്മുടെ രാജ്യം നേരിട്ടൊരു ആക്രമണത്തിന് നമ്മൾ ഒറ്റക്കെട്ടായി പ്രതിരോധിക്കണമെന്ന് മാത്രമല്ല, നമ്മുടെ അകത്ത് തന്നെ ആളുകളെ രണ്ടായി തിരിക്കുകയാണ്. നമ്മുടെ അകത്ത് തന്നെ രാജ്യത്തിന് ശത്രുക്കളായത് ഇവിടെ കുറച്ച് പേർ എന്ന് വെച്ചാൽ മുസ്ലിം ഐഡൻറ്റിറ്റിക്ക് നേരെയുള്ള ആക്രമണത്തിൻ്റെ മാർഗ്ഗമാക്കി തിരിച്ചിരിക്കുന്നു. ഈ മതമാണ് പ്രശ്നം, ഈ മതം ആക്രമിക്കപ്പെടേണ്ടതാണ്, ഈ മതം മാറ്റി നിർത്തപ്പെടേണ്ടതാണ്, ഈ മതമാണ് കുഴപ്പം. പരിധി കവിഞ്ഞ് എന്തും എഴുതാമെന്നല്ല ഈ ദിവസം ഇന്ന് ഈ കേരളത്തിലുണ്ട്. നിങ്ങൾ വായിച്ചു നോക്ക്. രക്തം കൊണ്ട് പുഴ ഒഴുക്കണമെന്ന് പറയുന്ന, ആഹിറത്തിൽ വിശ്വസിക്കുന്ന, മരണശേഷമുള്ള ജീവിതത്തിൽ വിശ്വസിക്കുന്ന പ്രത്യയശാസ്ത്രമാണ് കുഴപ്പം. ഓരോ മുസ്ലിമിലും ഒരു പൊട്ടൻഷ്യൽ ജിഹാദി ഉണ്ടെന്ന് എഴുതി വെച്ചിരിക്കുന്നു. യുക്തിവാദിയാണെന്ന് അവകാശപ്പെടുന്ന ഒരു സംഘ് പരിവാർ നേതാവ്, അല്ല ഒരു 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 പിന്തുടർച്ചക്കാരൻ. ഇത്തരം വർഗീയവാദികൾക്ക് പരിധിയിൽ കവിഞ്ഞ് ഏത് നിലയ്ക്കുള്ള വെറുപ്പും എഴുതാൻ കഴിയുന്ന ഒരു സാഹചര്യം ഇന്ന് രൂപപ്പെട്ടിരിക്കുന്നത്. അതിന് നമ്മളെന്തിനാണ് വകവെച്ച് കൊടുക്കുന്നത്? ഒരു ടെററിസ്റ്റ് അറ്റാക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് മറുപടി പറയാനായിട്ട് ഭരണകൂടമുണ്ട്, ഭരണകൂടത്തിന് നിയമപരമായ വഴികളുണ്ട്. അതിൻ്റെ മറപിടിച്ച് സകല മനുഷ്യർക്കുമെതിരെ വെറുപ്പ് തുപ്പാൻ കഴിയും എന്ന സാഹചര്യം ഇവിടെ ഉണ്ടാക്കിയാൽ അത് ഉണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്റ്റ് എന്തായിരിക്കും? അത് ഉണ്ടാക്കാൻ പോകുന്ന തുടർച്ച എന്തായിരിക്കും? ഇതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. നമ്മൾ അവിടെ കാണണം. ശരിയാണ്, അവിടെ ഉണ്ടായിട്ടുള്ള സംഭവം നിർഭാഗ്യകരം. മതം ചോദിച്ച് വെടിവെച്ചുവെന്ന് ഒരാൾ മാധ്യമങ്ങളോട് പറയുന്നുണ്ട്. പക്ഷേ അവിടെ വീണുപോയ എൻ്റെ ഭർത്താവ് എന്നെ വെടിയേറ്റ് വീണപ്പോൾ ഞങ്ങളെ രക്ഷിച്ചു കൊണ്ടുപോയ ആളുകൾ ഇസ്ലാമിക പ്രാർത്ഥനാ മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് അവരാണ് ഞങ്ങളെ ഓടിച്ചു കൊണ്ടുപോയത്. അവിടെ കൊല്ലപ്പെട്ട ഒരാൾ, ഒരു മുസ്ലിം പേരുള്ള ഒരാളുണ്ട്. അയാളെങ്ങനെ കൊല്ലപ്പെട്ടത്? അയാൾ അവിടുത്തെ ഒരു ലോക്കലാണ്, ടൂറിസ്റ്റുമായി ബന്ധപ്പെട്ട ഓപ്പറേഷനോ ഒരു കുതിര സവാരിയോ മറ്റോ നടത്തുന്ന ആളാണ്. അയാൾ ഈ പറയുന്ന തീവ്രവാദികൾക്കിടയിലേക്ക് ചാടി വീണവരെ രക്ഷിക്കാൻ ശ്രമിക്കുന്നിടയ്ക്ക് അവരുടെ വെടികൊണ്ട് മരിച്ച ആളാണ്. അപ്പോൾ മതത്തിൻ്റെ കാര്യം പറയുമ്പോൾ രക്ഷപ്പെടുത്തിയവരിൽ ഒന്നിലധികം ആളുകൾ സാക്ഷിമൊഴി പറഞ്ഞു ഞങ്ങളെ എടുത്തുകൊണ്ട് പോയത് അവിടുത്തെ ലോക്കൽസാണ്, ലോക്കൽ മുസ്ലിംസാണ്. അപ്പോൾ അപ്പുറത്ത് നിൽക്കുന്ന എല്ലാ മുസ്ലിങ്ങളുടെ മതവും മൊത്തം കുഴപ്പമാണെങ്കിൽ എന്തിനാണ് ഈ പറഞ്ഞ ആളുകൾ എങ്ങനെ രക്ഷിക്കും? അപ്പോൾ ഇതിനെ രാജ്യത്തിന് നേരെ നടന്ന ഒരു ആക്രമണം നിലയ്ക്കുള്ള ദേശീയ വികാരത്തിനപ്പുറത്തേക്ക് നമ്മുടെ ആഭ്യന്തര മതശത്രുക്കളെ എങ്ങനെ വകവരുത്താനുള്ള ഉപാധിയാക്കാം എന്നാലോചിക്കുന്നുണ്ട്. അത് ആത്മാർത്ഥമായ ദേശസ്നേഹമൊന്നുമല്ല, അത് ഉള്ളിലുള്ള വെറുപ്പാണ്. ആ വെറുപ്പ് തുപ്പാനുള്ള മാർഗ്ഗമായിട്ട് പലരും, ഇന്നലെ വരെ പറയാതിരുന്ന പലരും ഇന്നിപ്പോൾ അത് പറയാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് രാജ്യം ആക്രമിക്കപ്പെടുന്നതിന് രാജ്യം അതിൻ്റെ ശരിയായ രീതിയിലുള്ള മറുപടി കൊടുക്കാൻ നമ്മുടെ ഒരു ഭരണകൂടമുണ്ട്. നിയമപരമായ വഴിയിൽ നമ്മളൊരു സൈന്യത്തെ കൊണ്ടു നടക്കുന്നുണ്ട്. അതിനപ്പുറം സകലർക്കും കുറേ പേര് ഇപ്പോൾ ഇവിടുന്ന് ശാരദാപീഠത്തിലേക്ക് പോവുകയാണ്, അത്രയും 100 ബുള്ളറ്റുമായിട്ട് തിരിച്ചു വരില്ല എന്ന് ഉറപ്പുമായിട്ട്. ഇതൊക്കെ എന്താണ്? ഇത് ഈ രാജ്യം ആദ്യമായിട്ടാണോ ഇത്തരം ആക്രമണങ്ങൾ കാണുന്നത്? എത്രയധികം ആക്രമണങ്ങൾ നമ്മൾ കാണുന്നു. ഈ രാജ്യത്തിനകത്ത് എന്തെല്ലാം കലാപങ്ങൾ, എത്രയെല്ലാം മനുഷ്യന്മാർ കൊല്ലപ്പെടുന്നു. അതിനെല്ലാം ഒരു പ്രോപ്പർ വേ ഉണ്ടാവണം. അല്ലാതെ സകലരും വികാരജീവികളായി പ്രതികാരം നിർവഹിക്കാനുള്ള ആവേശത്തിൽ എടുത്തു ചാടാൻ തുടങ്ങിയാൽ, അവരെല്ലാവരും അവരവരുടെ ശത്രുക്കളെ സ്വയം മാർക്ക് ചെയ്ത് പണിക്കിറങ്ങിയാൽ പിന്നെ ഈ നാട് ബാക്കി ഉണ്ടാവില്ല എന്ന കാര്യങ്ങൾ നമ്മൾ ഓർമ്മ വയ്ക്കണം. അതെ, എന്തായാലും ലോകത്തെവിടെയുമുള്ള ഭീകരാക്രമണങ്ങളിൽ ബാക്കിയാകുന്നത് സാധാരണ മനുഷ്യരുടെ വേദനകളാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷയൊരുക്കുന്ന സർക്കാരുകൾക്കെതിരെ കൂടിയിട്ട് ഇത്തരം ആക്രമണങ്ങളിൽ ചോദ്യമുയരേണ്ടത് തന്നെയാണ്.